ഉമ്മ, ഈ നോമ്പ് കാലത്ത് നമ്മൾ അധികം ചായയും കാപ്പിയൊന്നും കുടിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ അത്താഴത്തിനൊക്കെ എണീച്ചിട്ട് ചായയും കാപ്പിയൊക്കെ കുടിച്ചാലെന്നുണ്ടെങ്കിൽ ചായയും ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്നവരുണ്ട്. അവരോട് എന്തായാലും പറഞ്ഞു കൊടുക്കണം കഴിക്കരുത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ചായയിലും കാപ്പിയിലും കഫീൻ എന്ന് പറഞ്ഞിട്ടൊരു കണ്ടന്റ് ഉണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് അതൊരു ഡയൂറിറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ മൂത്രം ഉൽപ്പാദിക്കും കൂടുതൽ. ഇപ്പൊ എന്താവും, നമ്മുടെ ശരീരത്തിൽ വെള്ളമൊക്കെ എന്താവും, ഡീഹൈഡ്രേറ്റ് ആയിട്ട് പോകും, നിർജ്ജീകരണം സംഭവിക്കും നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ നമുക്ക് ക്ഷീണവും തളർച്ചയൊക്കെ വരും. അപ്പോൾ നമ്മൾ ഈ 12 മുതൽ 14 മണിക്കൂർ വരെ നോമ്പ് എടുക്കേണ്ടവരാണ്. ഇപ്പോൾ രാവിലെ അത്താഴത്തിന് ഈ കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ എന്താവും, നമുക്ക് അത്രയും നേരത്തിനുള്ള നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വെള്ളം നിൽക്കില്ല. പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് നോമ്പ് തുടർന്ന ഉടനെ തന്നെ ഈ കാപ്പി അല്ലെങ്കിൽ ചായ കുടിക്കുന്നവർ. അവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കഫീൻ്റെ ഒരു വേറെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വയറിനുള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആസിഡിൻ്റെ ഉൽപ്പാദനം കൂട്ടും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നെഞ്ഞെരിച്ചിൽ, അതുപോലെ തന്നെ പുളിച്ചു തേട്ടൽ, ഗ്യാസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിർബന്ധമായിട്ട് നോമ്പിന് ചായയുടെയും കാപ്പിയുടെയൊക്കെ നമ്മളെ ഉപയോഗം കുറയ്ക്കണം, പരമാവധി കുറയ്ക്കുക. പിന്നെ കുടിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര ലൈറ്റായിട്ട് ചെറിയ ഒരു കടുപ്പത്തിൽ മാത്രം കുടിക്കാൻ നോക്കാം. അതുപോലെ നോമ്പ് തുറന്നിട്ട് കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നോമ്പ് തുറന്നതിന് ശേഷം എന്തെങ്കിലും ചെറിയൊരു ഭക്ഷണം കഴിച്ചിട്ട് അതിന് പുറമെ കുടിക്കുക കേട്ടോ. വെറും വയറ്റിലും കുടിക്കരുത്. അതുപോലെ തന്നെ പരമാവധി അത്താഴത്തിന് ഒഴിവാക്കണം.